എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഭൂരി അല്ലേ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. ഭൂരിയും മുട്ട റോസ്റ്റുമാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പം നിങ്ങൾക്ക് ഭൂരിയുടെ കൂടെ എന്ത് കറിയാണ് കഴിക്കാൻ ഇഷ്ടമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നല്ലൊരു മുട്ട റോസ്റ്റും ഒരു ഭൂരിയുടെ റെസിപ്പി നോക്കാം. ആദ്യം തന്നെ 2 കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലിട്ട് കൊടുത്തു. അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ, 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ലേ, അതുപോലെ അങ്ങ് കുഴച്ച് വെക്കാം കേട്ടോ. ഞാനിത് ഒരു 1.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. മാവ് മാറുന്നതിനനുസരിച്ച് വെള്ളത്തിന് അളവ് മാറ്റം വരുമായിരിക്കും കേട്ടോ. അപ്പം ലാസ്റ്റ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് കുറച്ച് ഓയിലും കൂടെ തടവി 1 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാവേ. നല്ല സോഫ്റ്റായിട്ട് കിട്ടും മാവ്. അപ്പോൾ ഇതാ 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഭൂരി ഒന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ചെറിയ ബോളുകളായിട്ടൊന്ന് ഉരുട്ടി മാറ്റി വയ്ക്കണേ. എന്നിട്ട് നമുക്ക് ചട്ടിയിൽ എണ്ണ വെച്ച് ചൂടാകാനായിട്ട് വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ ചപ്പാത്തി പലകയിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു കനത്തിലങ്ങ് പരത്തിയെടുക്കാം. ഒത്തിരി തീരെ നൈസായി പോകരുത്. നൈസായി പോയാൽ ഇതുപോലെ പൊങ്ങി വരത്തില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ തിളച്ച എണ്ണയിലിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നല്ല ഗോൾഡൻ കളറാക്കി എടുത്താൽ നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഭൂരി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും ഒരു മുട്ട റോസ്റ്റും കൂടെ തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം സവോള അരിഞ്ഞിട്ട് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വഴറ്റിയെടുക്കാം. നന്നായിട്ട് സവോള വാടി കിട്ടിയതിന് ശേഷം മസാലപ്പൊടികളൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കാവേ. അതിന് ശേഷം തക്കാളി, നല്ല പഴുത്ത തക്കാളി ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി തിളച്ച് വരുമ്പോഴത്തേക്കിനും അതിലേക്ക് 1 കപ്പ് നല്ല പശുവും പാൽ, നല്ല കട്ടിയുള്ള പാലും കൂടെ ഒഴിച്ച് മുട്ട ഒന്ന് പുഴുങ്ങിയതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടെടുത്താൽ നല്ല അടിപൊളി മുട്ട റോസ്റ്റും തയ്യാറായിട്ടുണ്ട്. ഈ ഒരു മുട്ട റോസ്റ്റും ഭൂരിയും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ.